നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈ ടൈം ലൈൻ വെച്ചിട്ട് പഠിച്ചാലോ ഈസി ആയിട്ട്. ഇതൊരു ലൈനാണ് വിച്ച് റെപ്രസെന്റ് ടൈം. ഈ ടൈം ലൈനിനെ മൂന്നായി ഡിവൈഡ് ചെയ്തു. പാസ്റ്റ് ടൈം, കഴിഞ്ഞുപോയ സമയം, കംപ്ലീറ്റഡ് ടൈം. നെക്സ്റ്റ് പ്രസന്റ് ടൈം, ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയം, ഓൺ ഗോയിങ് ടൈം. നെക്സ്റ്റ് ഫ്യൂച്ചർ ടൈം, വരാൻ പോകുന്ന സമയം, നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്കിവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ടൈം ലൈനിനെ കുറിച്ചുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. കാണുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ആക്ഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എക്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മിക്ക ആളുകളും കരുതുന്നത് ഇപ്പോൾ നൗ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എക്സാമ്പിൾ, ഐ ആം ടീച്ചിങ്, യു ആർ ലിസണിങ്. ഇതുപോലെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ അത് ശരിയല്ല. ഇതിന് 6 ഡിഫറെൻറ്റ് യൂസസ് ആണ് ഉള്ളത്. വൺ ബൈ വൺ നമുക്കത് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ആക്ഷൻ ഓൺ ഗോയിങ് ആണോ അല്ലയോ എന്ന് മാത്രമാണ്. എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാ ഫിനിഷ് ആവുക എന്നൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് യൂസ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യത്തെ യൂസ്. എക്സാമ്പിൾ, ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ഡാൻസിങ്, അവൾ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഹെൽപ്പിംഗ് വേർബ്, നെക്സ്റ്റ് വേർബിന്റെ ING ഫോമാണ് വരുന്നത്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആം വരും. ഇവിടെ വേർബിന്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. സോ ഡാൻസ്, ഡാൻസിങ് ആയി. നെക്സ്റ്റ് സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്ത് വരും? ഈസ് വരും. വേർബ് എന്തെന്നെ? സെയിം, ഡാൻസിങ്. നെക്സ്റ്റ് സബ്ജക്റ്റ് യു, ദേ, വി വന്നാൽ ഹെൽപ്പിംഗ് വേർബ് ആർ വരും. വേർബിൽ വ്യത്യാസമില്ല, ഡാൻസിങ്. രണ്ടാമത്തെ യൂസ് ആണ് എറൗണ്ട് നൗ. അതായത് ഈ ദിവസങ്ങളിൽ ഞാൻ എന്തോ പുതിയ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എക്സാമ്പിൾ നോക്കാം. ഐ ആം റൈറ്റിംഗ് എ നോവൽ. നോവൽ എഴുതി തീർക്കുന്നത് ചിലപ്പോൾ 1 മാസം കൊണ്ടായിരിക്കാം, ചിലപ്പം 1 വർഷം, 2 വർഷം, 3 വർഷം എടുത്തേക്കാം. ഈ നിമിഷത്തിൽ എഴുതുന്നു എന്നല്ല, ദീസ് ഡേയ്സ്, എറൗണ്ട് നൗ, ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഓൺ ഗോയിങ് എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്കിതിന് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ലേണിംഗ് ഗിത്താർ. ഗിത്താർ ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല, അത് കുറച്ച് സമയം എടുത്തുകൊണ്ടായിരിക്കും പഠിക്കുക. ഓൺ ഗോയിങ് ആയിട്ട് ഞാൻ ഗിത്താർ പഠിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ഞാൻ ഗിത്താർ പഠിക്കുന്നു. തേർഡ് യൂസ് ആണ് ടെമ്പററി ആക്ഷനെ പറ്റി പറയാൻ. ലൈക്ക് ഐ ആം സ്റ്റേയിങ് ഇൻ എ ഹോട്ടൽ. ഇപ്പോൾ ഞാൻ ഹോട്ടലിൽ താമസിക്കുന്നു. അതായത് നമ്മൾ എപ്പോഴും വീട്ടിലല്ലേ താമസിക്കുക. ഇപ്പോൾ നിങ്ങൾ ട്രാവൽ പർപ്പസ് ആയിട്ടോ ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് ഞാൻ ഹോട്ടലിൽ ടെമ്പററി ആയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ ആം വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ താൽക്കാലികമായി ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അതായത് ഇത് നിങ്ങളുടെ സ്ഥിരം ജോലിയല്ല. സ്ഥിരം ജോലിയാണെങ്കിൽ എങ്ങനെയാ പറയാ? ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ് യൂസ് ട്രെൻഡ്. നമുക്കറിയാം ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ട്രെൻഡാണ്. അതും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ദി പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് ഇൻക്രീസിങ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ദി പ്രൈസ് ഓഫ് LPG ഗ്യാസ് ഈസ് ഇൻക്രീസിങ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ LPG ഗ്യാസിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തിൽ പറയാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഇതുപോലെ ട്രെൻഡുകൾ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. നെക്സ്റ്റ് യൂസ് നോക്കാം. റിപ്പീറ്റഡ് ആക്ഷൻ. എക്സാമ്പിൾ, ഷീ ഈസ് ഓൾവേസ് മേക്കിംഗ് നോയ്സ്. ഈ കംപ്ലൈന്റ് പറയുന്നില്ലേ, ഓൾവേസ് മേക്കിംഗ് നോയ്സ്, അത് ഓൺഗോയിങ്, ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കംപ്ലൈന്റ് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. വേറൊരു എക്സാമ്പിൾ പറയാം. ഷീ ഈസ് ഓൾവേസ് കമ്മിങ് ലേറ്റ്. നെക്സ്റ്റ് യൂസ് ആണ് ഫ്യൂച്ചർ പ്ലാൻ. എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു ചെന്നൈ നെക്സ്റ്റ് മന്ത്. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതിപ്പോൾ നടക്കുന്നില്ലല്ലോ, ഇത് ഓൺ ഗോയിങ് അല്ലല്ലോ. ബട്ട് ഇതൊരു മെന്റലി ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. നടക്കാൻ ആക്ഷൻ നടക്കുന്നത് ഫ്യൂച്ചറിലാണെങ്കിലും മെന്റലി ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. സോ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. വേറെ ഒരു എക്സാമ്പിൾ പറയാം. ഐ ആം മീറ്റിംഗ് മൈ ഫ്രണ്ട് ടുമോറോ. ഇവിടെ ഞാൻ സ്ലൈഡിനെ 3ആയി ഡിവൈഡ് ചെയ്തു. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ. നമുക്കാദ്യം പോസിറ്റീവ് സെന്റൻസ് നോക്കാം. ഐ ആം റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, ഹി ഈസ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് റൈറ്റിംഗ്, they are writing, you are writing, we are writing.
ഇവിടെ എഴുതുകയാണ് എന്നാണ് പറയുന്നത്. ഇനി എഴുതുകയല്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. എപ്പോൾ? ഹെൽപ്പിംഗ് വേർബിന്റെ ശേഷം. I am not writing, she is not writing, he is not writing, it is not writing, they are not writing, you are not writing, we are not writing. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോം പഠിക്കാം. നമുക്ക് ഒരാളോട് ചോദിക്കണ്ടേ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഹെൽപ്പിംഗ് വേർബാണ് ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്നത്. ശ്രദ്ധിക്കുക, പോസിറ്റീവിലും നെഗറ്റീവിലും ഹെൽപ്പിംഗ് വേർബ് സെക്കൻഡ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് സബ്ജക്റ്റ് ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്നത് ഹെൽപ്പിംഗ് വേർബാണ് ഫസ്റ്റ്. നമുക്കത് നോക്കാം. ആം ഐ റൈറ്റിംഗ്? ഞാൻ എഴുതുകയാണോ? ഈസ് ഷീ റൈറ്റിംഗ്? അവൾ എഴുതുകയാണോ? ഈസ് ഹീ റൈറ്റിംഗ്? അവൻ എഴുതുകയാണോ? ഈസ് ഇറ്റ് റൈറ്റിംഗ്? അത് എഴുതുകയാണോ? ആർ ദേ റൈറ്റിംഗ്? അവർ എഴുതുകയാണോ? ആർ യു റൈറ്റിംഗ്? നീ എഴുതുകയാണോ? ആർ വി റൈറ്റിംഗ്? നമ്മൾ എഴുതുകയാണോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ക്വസ്റ്റ്യൻ ആയാലും വേർബിന്റെ ING ഫോം തന്നെയാണ് വരുന്നത്. മാറ്റങ്ങൾ എവിടെയാണ് വരുന്നത്? ഹെൽപ്പിംഗ് വേർബിന്റെ പൊസിഷനിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ക്വസ്റ്റ്യൻ ഫോമിൽ ഹെൽപ്പിംഗ് വേർബ് ഫസ്റ്റ് വരും. പോസിറ്റീവിലും നെഗറ്റീവിലും ഹെൽപ്പിംഗ് വേർബ് സെക്കൻഡ് വരും. നെഗറ്റീവ് സെന്റൻസസിന്റെ കേസിൽ നോട്ട് കൂടെ ചേർക്കും ആഫ്റ്റർ ഹെൽപ്പിംഗ് വേർബ്. നെഗറ്റീവിന്റെ കേസിൽ നോട്ട് ചേർക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഫോമിൽ ഫസ്റ്റ് ഹെൽപ്പിംഗ് വേർബ് ചേർക്കും, എന്നിട്ട് സബ്ജക്റ്റ് ചേർക്കും. ബാക്കിയെല്ലാം സെയിം ആണ്.